ജിങ്കിസ് ഖാൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഭീമാകാരമായ ഒരു സൈന്യത്തെയും വെട്ടിപ്പിടിച്ച രാജ്യങ്ങളെയുമാണ്. പക്ഷേ ഖാന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അദ്ദേഹത്തിന്റെ സൈന്യമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പെൺമക്കളായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ? ജിങ്കിസ് ഖാൻ തന്റെ പെൺമക്കളെ സഖ്യരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ 2 നിബന്ധനകളോടെ. 1, മകളെ വിവാഹം കഴിക്കുന്ന രാജാവ് തന്റെ മറ്റു ഭാര്യമാരെ ഉപേക്ഷിക്കണം. 2, കല്യാണം കഴിഞ്ഞ ഉടൻ ആ പുതിയ മരുമകൻ മംഗോൾ സൈന്യത്തിനൊപ്പം യുദ്ധമുന്നണിയിലേക്ക് പോകണം. ഇവിടെയാണ് ഖാന്റെ ക്രൂരമായ തന്ത്രം പൊളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്റെ മരുമക്കൾക്ക് യുദ്ധമുന്നണിയിലെ ഏറ്റവും അപകടം പിടിച്ച മുൻനിരയിൽ പോരാടാനുള്ള ബഹുമതി നൽകുമായിരുന്നു. ഫലമോ മിക്കവാറും എല്ലാ മരുമക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അതോടെ ഭർത്താവിന്റെ രാജ്യം പൂർണ്ണമായും ഖാന്റെ മകളുടെ കയ്യിലാകും. ഇങ്ങനെ മംഗോൾ സാമ്രാജ്യത്തിന് ചുറ്റും തന്റെ പെൺമക്കൾ ഭരിക്കുന്ന ഒരു സംരക്ഷണ വലയം തന്നെ ഖാൻ സൃഷ്ടിച്ചു. ഈ സുരക്ഷ ഉറപ്പായതുകൊണ്ട് ജംഗീസ് ഖാന് അതിർത്തികളെക്കുറിച്ച് ആശങ്കയില്ലാതെ തന്റെ സാമ്രാജ്യം വീണ്ടും വികസിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ജംഗീസ് ഖാന്റെ യഥാർത്ഥ രഹസ്യായുധം അദ്ദേഹത്തിന്റെ വാളായിരുന്നില്ല, വിധവകളായ പെൺമക്കളായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് വാളുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ കണ്ണീരുകൊണ്ടും കൂടിയാണ്.